ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ വീണ്ടും മറയൂരിലേക്ക് പോകുന്ന കാഴ്ചകളുടെ ബാക്കിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ യാത്ര തുടരുകയാണ്. വളരെ മനോഹരമായ പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ നമ്മൾ യാത്ര തുടരുകയാണ്. വളരെ ഭംഗിയേറിയ കോടകൾ വന്നു മൂടി ചില വൃക്ഷങ്ങളിൽ ചുവന്ന പൂക്കൾ മുട്ടിട്ട് വളരെ ഭംഗിയായിട്ട് വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മളതുപോലെ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് നോക്കുമ്പോൾ കാണാൻ നമുക്ക് കഴിയും, വളരെ മനോഹരമായിട്ട് കോട ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുന്നത് കാണാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പശുക്കുട്ടികൾ എല്ലാം നിരന്ന് ഒരു സൈഡിലൂടെ പോകുന്നുണ്ട്. വാഹനങ്ങളെല്ലാം അവിടെ ഇവിടെ പാർക്ക് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് ആ വ്യൂ നോക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ സമയപരിമിതി മൂലം മുന്നോട്ട് പോകുകയാണ്. എന്തായാലും വളരെ അടിപൊളിയാണ് കേട്ടോ. ഓടിപ്പോകാൻ ഒരിക്കലും നമ്മൾ ഇങ്ങോട്ടേക്ക് വരരുത്. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അടിച്ചു പൊളിച്ച് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് നമ്മുടെ ഇടുക്കി. എത്ര വന്നാലും മതി വരില്ല അല്ലേ? അതുപോലെ മനോഹരമാണ്. ഏത് കാലാവസ്ഥയിലും എപ്പോൾ വന്നാലും ഇടുക്കിക്ക് ഒരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ്. നമ്മുടെ ആനവണ്ടിയെല്ലാം പോകുന്നുണ്ട്, കണ്ടോ? ഈ മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയല്ലേ കാണാൻ. പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കണം, അതും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഈ പച്ച ഇലകളുടെ ഉള്ളിൽ ചുവന്ന പൂക്കൾ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ശരിക്കും നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യമല്ലേ ഈ പ്രകൃതി സൗന്ദര്യം. നമ്മളുടെ കേരളത്തിനുള്ളിലായതുകൊണ്ട്, നമ്മുടെ തൊട്ടടുത്ത് ആയതുകൊണ്ട് നമുക്കിവിടെ വന്നിത് ആസ്വദിക്കാൻ കഴിയുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അനുഗ്രഹമാണെന്ന് തന്നെ പറയാം. ഒരുപാട് ആൾക്കാർ വിദേശത്തു നിന്നും അവിടെ നിന്നൊക്കെ ഇത് കാണാനായിട്ട് തന്നെ ഇവിടേക്ക് വരുന്നുണ്ടല്ലോ. അപ്പം നമ്മളെ സംബന്ധിച്ച് തൊട്ടടുത്തായതുകൊണ്ട് നമ്മൾക്ക് ഇത് ശരിക്കും പറഞ്ഞ ഒരു അനുഗ്രഹം തന്നെയാണ്. അത്ര വളരെ മനോഹരമായിട്ട് പ്രകൃതി ഒരുക്കി നിർത്തിയിരിക്കുന്ന നമ്മുടെ ഇടുക്കിയെ എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല, ശരിയല്ലേ? അങ്ങ് ദൂരെ കുന്നുകളുടെ ഉള്ളിൽ നിന്ന് പുക ഉയരുന്നത് പോലെ കോട ഉയർന്നു വരുന്നത് കണ്ടോ? എന്ത് ഭംഗിയാണല്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡിൽ പൂത്തു നിൽക്കുന്ന ചുവന്ന പൂക്കളുള്ള വൃക്ഷങ്ങൾ. എന്ത് രസമാണെന്ന് നോക്കിയേ, തേയിലത്തോട്ടങ്ങളുടെ നടുവിൽ വൃക്ഷങ്ങളിങ്ങനെ നിൽക്കുന്ന കാണാൻ. അതിൻ്റെ ഇടയിലൂടെ കോട, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോകാൻ തോന്നില്ല കേട്ടോ. നല്ല ഭംഗിയല്ലേ? എത്ര ആസ്വദിച്ചാലും മതി വരാത്ത പ്രകൃതി സൗന്ദര്യം.
കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ, നല്ല ഫ്രഷ് വായു എല്ലാം ശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. ടൂറിസ്റ്റുകളെ വരവേൽക്കുവാനായിട്ട് വർണ്ണവിസ്മയം തീർക്കുകയാണ് പ്രകൃതി. നമ്മളത് ആസ്വദിച്ച് പോരുകയാണ്. എത്ര വട്ടം കണ്ടാലും മതി വരാത്ത കാഴ്ചകൾ. എന്ത് രസമാണ് നമുക്ക് തേയിലത്തോട്ടം കിടക്കുന്ന കാണാനായിട്ട്. ടെൻ്റൊക്കെ അടിക്കാൻ പറ്റിയ സ്ഥലം. പക്ഷേ ആന അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടുപോകും. എന്ത് ഭംഗിയാണല്ലേ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമുക്കിവിടെ വരാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. ഇവിടെ സൈഡിലായിട്ട് ഒരു കുഞ്ഞരുവി ഒഴുകി വരുന്നുണ്ട് കേട്ടോ. വളരെ മനോഹരമാണ്. തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ കുറേശ്ശെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. അവിടേക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഞങ്ങൾ പോരുകയാണ്. മറയൂർ എത്തണമല്ലോ, അതുകൊണ്ട് നമ്മൾ എങ്ങും നിർത്തുന്നില്ല. നേരെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. പോകുമ്പോഴുള്ള കാഴ്ചകൾ മാത്രം ആസ്വദിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. വാഹനങ്ങളൊക്കെ കുറവാണ് കേട്ടോ. ടൂറിസ്റ്റുകളൊക്കെ വരുന്നതല്ലേ ഉള്ളൂ. അപ്പം നമ്മളങ്ങനെ ഈ പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് മുന്നോട്ട് പോയി ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളൂ കേട്ടോ നമുക്ക് എത്തിത്തീരുവാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പറഞ്ഞു തരിക. ഞങ്ങളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.